കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് കേരള PSC പരീക്ഷാ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് 7ാമത്തെ പാർട്ടായിട്ട് ഇൻകം ടാക്സ് എന്ന മൊഡ്യൂള് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട MCQ ക്വസ്റ്റ്യനുകൾ PYQ ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7ാമത്തെ ക്ലാസ്സിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. ക്ലാസ്സിന്റെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓണർ, ടെനന്റ്, ബിൽഡർ, ഒക്യുപ്പയർ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടാക്സബിൾ ആവല് ബിൽഡിംഗ് ഓണർക്കാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഓണർ. ഒരിക്കലും ടെനന്റ് അല്ല, വാടകക്കാരൻ എന്ന ടെനന്റ് അല്ല, ബിൽഡർ അല്ല, ഒക്യുപ്പയർ അല്ല. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇതിന് തുടർച്ചയായിട്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ചാർജിങ് ഇൻകം അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി ദ അസസി മസ്റ്റ് ബി. അസസി എന്തായിരിക്കണം? മുകളിൽ പറഞ്ഞ പോലെ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി പ്രകാരം ടാക്സ് ചാർജ് ചെയ്യുന്നത് അസസിക്കാണ്. ആ അസസി ആവണം യഥാർത്ഥ ബിൽഡിംഗ് റെന്റ് കിട്ടുന്ന ആ ഓണർ ആയിട്ട് വരേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? നോട്ട് ആണ് ചോദിച്ചത്, നോട്ട് ടാക്സബിൾ. റെന്റ് ഫ്രം ഷോപ്പ് അറ്റാച്ച്ഡ് ടു ഹൗസ് പ്രോപ്പർട്ടി, തീർച്ചയായിട്ടും അത് ഇൻകം ഫ്രം HP ആണ്. റെന്റ് ഫ്രം എ വെക്കൻറ്റ് ലാൻഡ് നോട്ട് അപ്പാരന്റ് ടു ബിൽഡിംഗ്, നമ്മൾ ഫസ്റ്റ് ഇൻട്രോ പാർട്ടിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇത്. അത് നോട്ട് അല്ല, അപ്പാരന്റ് ടു ബിൽഡിംഗ് മാത്രമാണ് അതിൽ HP വരിക. ഇവിടെ നോട്ട് എന്ന് വന്നതുകൊണ്ട് B ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. റെന്റ് ഫ്രം റെസിഡൻഷ്യൽ ഫ്ലാറ്റ്, റെന്റ് ഫ്രം ഗോഡൌൺ ഒക്കെ ഇൻകം ഫ്രം HP എന്ന ഹെഡിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ ദി ഓണർ ഫോർ ഹിസ് ഓൺ ബിസിനസ് ദ ഇൻകം ഈസ്. പ്രോപ്പർട്ടി ഓണർ അദ്ദേഹത്തിന്റെ ബിസിനസ് പർപ്പസിന് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഇൻകം അത് ടാക്സബിൾ അണ്ടർ HP അല്ല, ടാക്സബിൾ അണ്ടർ ബിസിനസ് ഇൻകം ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടാക്സബിൾ അണ്ടർ ബിസിനസ് ഇൻകം ആണ്. എക്സെപ്റ്റ് ഫ്രം ടാക്സും അല്ല, ടാക്സബിൾ അണ്ടർ അതർ സോഴ്സും അല്ല. ഇവിടെ ടാക്സബിൾ അണ്ടർ ബിസിനസ് ഇൻകം എന്നാണ് ശരി ആൻസർ. ആനുവൽ വാല്യൂ ഓഫ് വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടേക്കൺ ആസ്. വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആനുവൽ വാല്യൂ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആനുവൽ വാല്യൂ നില്ലാണെന്ന് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വൽ റെന്റ് അല്ല, മുനിസിപ്പൽ റെന്റ് അല്ല, C ഓപ്ഷനായ നിൽ ആണ്. സ്റ്റാൻഡേർഡ് റെന്റും അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം അസസ്മെന്റ് ഇയർ 2020-21 ഓൺവേർഡ്സ് ഹൗ മെനി ഹൗസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് സെൽഫ് ഓക്യുപ്പൈഡ്? എത്ര വീട് വരെ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും 2020-21 അസസ്മെന്റ് ഇയർ മുതൽ? 2 എന്നാണ് നമ്മൾ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 അപ് ടു 2 വീടുകൾ വരെ എന്താണ് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് പരിഗണിക്കും. ബാക്കിയുള്ളവ എന്താണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. അപ്പൊ എന്താ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയാം? ഇൻകം ടാക്സ് ലോ പ്രകാരം പ്രോപ്പർട്ടിക്ക് യഥാർത്ഥത്തിൽ റെന്റ് കിട്ടിയില്ലെങ്കിൽ പോലും അത് ലെറ്റ് ഔട്ട് ഫോർ ടാക്സേഷൻ പർപ്പസ് ആയിട്ട് കണക്കാക്കും. ഇൻകം എന്ത് ചെയ്യും? ആ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ നോഷണൽ ഓർ അസ്യൂംഡ് റെന്റ്. അതിൽ ഇൻകം കിട്ടുന്നില്ലല്ലോ, അപ്പോൾ അതിനൊരു നോഷണൽ അല്ലെങ്കിൽ അസ്യൂംഡ് റെന്റ് എന്ന രീതിയിൽ റെന്റ് കണക്കാക്കുക ചെയ്യാറ്. അത് എപ്പോഴാണ് അപ്ലിക്കബിൾ ആവുക? മോർ ദാൻ 2 ഹൗസ് പ്രോപ്പർട്ടി, ഒരാൾക്ക് 2ൽ കൂടുതൽ പ്രോപ്പർട്ടികൾ വരുന്ന സമയത്ത് 2ന് മുകളിലേക്കുള്ളവ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ആ 2ന് മുകളിൽ 3, 4, 5 വീടുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾക്ക് യഥാർത്ഥത്തിൽ ടാക്സ് അല്ല ഇൻകം കിട്ടുന്നില്ലെങ്കിൽ പോലും അതെന്താണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയാണ്. അപ്പൊ അപ് ടു 2 ഹൗസ് എന്താണ് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടും കണക്കാക്കും, കൺസിഡർ ചെയ്യും. അതിന് മുകളിലേക്കുള്ളവ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ടും. അങ്ങനെ നെറ്റ് ആനുവൽ വാല്യൂ ആയിട്ടാണ് ഈ എക്സ്പെക്റ്റഡ് റെന്റ് എന്ന നോഷണൽ റെന്റ് വരിക.
എന്ന് പറഞ്ഞാൽ റെന്റ് ദാറ്റ് കുഡ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ഫ്രം ലെറ്റിംഗ് ദി പ്രോപ്പർട്ടി. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റും? മുനിസിപ്പൽ ടാക്സ് ഓണർ പെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% എന്നിവ നെറ്റ് ആനുവൽ വാല്യൂന്ന് NAV കുറക്കാനും പറ്റും. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻസ്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. അതാണ് ഇത്രയും കാര്യങ്ങളോട് സൂചിപ്പിക്കാൻ കാരണം. ഫോർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഇൻകം ഈസ് ബേസ്ഡ് ഓൺ. ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഇൻകം ഈസ് ബേസ്ഡ് ഓൺ എന്ന് ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. നോഷണൽ റെന്റ് അല്ലെങ്കിൽ അസ്യൂംഡ് റെന്റ്, ആനുവൽ വാല്യൂ എന്നൊക്കെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ആക്ച്വൽ റെന്റ് അല്ല, മുനിസിപ്പൽ വാല്യൂ അല്ല, നില്ലാൽ. അതായത് deemed to be let out property income is based on notional rent. Standard deduction under section 24 is HP-യുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ 24. അതിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നത് 30% ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30% ഓഫ് NAV ആണ്, നെറ്റ് ആനുവൽ വാല്യൂവിന്റെ 30% അതിനെക്കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. മീഡിയം maximum deduction for interest on borrowed capital for self-occupied house, അതായത് 1999 ഏപ്രിൽ 1 മുതലുള്ള മാക്സിമം ഡിഡക്ഷൻസ്. ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് അതിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റിന്റെ മാക്സിമം എത്ര വരെ കിഴിവ് കിട്ടുന്ന ചോദിച്ചിട്ടുള്ളത്. അപ് ടു 2 lakh ആണ് ആൻസർ. ക്ലാസ്സിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1999 മുമ്പാണെങ്കിൽ 30,000. ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ ഫോർ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഈസ് ഡിഡക്റ്റബിൾ. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിന്റെ കേസിൽ മാറ്റമുണ്ട്. മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യന് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ചെയ്യുന്നു, അതേപോലെയല്ല ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ബോറോവ്ഡ് എത്രയാണോ ആക്ച്വൽ ഇൻട്രസ്റ്റ് വിത്തൗട്ട് ലിമിറ്റ്, യാതൊരു ലിമിറ്റും ഇല്ലാതെ യഥാർത്ഥ ഇൻട്രസ്റ്റ് എത്ര എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അത് മുകളിലത്തെ പോലെ 30,000 അല്ലെങ്കിൽ 2 ലക്ഷമോ അല്ല, ആക്ച്വൽ ഇൻട്രസ്റ്റ് വിത്തൗട്ട് ലിമിറ്റ് ആണ്. അത് ഏത് കേസിലാണ്? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. അത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിന്റെ കേസിലാണ് 30,000, 2 ലക്ഷവും 99 മുമ്പും ശേഷമായിട്ട് മാറി വരുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഷാൽ ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് CA ഇന്റർമീഡിയറ്റ് 2018, CA ഇന്റർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻകം ഫ്രം HP ഷാൽ ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ്. എന്തിന്റെ ബേസിലാണ് ചാർജ് ചെയ്യുന്നത്? ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി, ഓണർഷിപ്പ് ഓർ പൊസഷൻ വിച്ച് എവർ ഈസ് ഏർലിയർ, ലീഗൽ ടൈറ്റിൽ. യഥാർത്ഥത്തിൽ ഓണർഷിപ്പിന്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓണർഷിപ്പിന്റെ ബേസിൽ, പൊസിഷന്റെ ബേസിലല്ല, ആരാണ് താമസിക്കുന്നതിന്റെ ബേസിലല്ല, ആരാണ് അതിന്റെ ഓണർ എന്നതിന്റെ ബേസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ assessee has 2 self-occupied properties, the annual value of the second property will be. ആനുവൽ വാല്യൂ ഓഫ് സെക്കൻഡ് എന്നല്ല, 1ഉം 2ഉം പ്രോപ്പർട്ടികൾ എന്തായിരിക്കും? നിൽ ആയിരിക്കും. യുജിസി നെറ്റ് ഡിസംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 പ്രോപ്പർട്ടി വരെ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് കണക്കാക്കും. അതിന്റെ മുകളിലേക്കുള്ളവ മാത്രമാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കിയിട്ട് അതിന് ഇൻകം കിട്ടിയില്ലെങ്കിൽ പോലും ആനുവൽ വാല്യൂ എന്ന നോഷണൽ റെന്റ് അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ മുകളിൽ അസ്യൂംഡ് റെന്റിന്റെ മുകളിൽ എന്ത് ചെയ്യാറ്? ചാർജ് ചെയ്യാം. അൺറിയലൈസ്ഡ് റെന്റ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം. കേരള യൂണിവേഴ്സിറ്റിന്റെ ബികോം ലെവൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. അൺറിയലൈസ്ഡ് റെന്റ് ക്യാൻ ബി ഡിഡക്റ്റ്. തീർച്ചയായിട്ടും ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്നാണ് അൺറിയലൈസ്ഡ് റെന്റുകൾ, കിട്ടാത്ത റെന്റ് ഉണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അത് കുറക്കാവുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? CA ഫൗണ്ടേഷന് ചോദിച്ച 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് അലൗഡ് ആസ് ഡിഡക്ഷൻ വൈൽ കമ്പ്യൂട്ടിംഗ്? ഏത് ഡിഡക്ഷൻ ആണ് താഴെ പറഞ്ഞ അലൗബിൾ? കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആണോ? അല്ല. ഡിപ്രീസിയേഷൻ ആണോ? അല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV. തീർച്ചയായിട്ടും മുകളിൽ പറഞ്ഞ പോയിന്റ് കൂടിയാണത്. റിപ്പയർ എക്സ്പെൻസ് അല്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് NAV. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
rent received from subletting of house property is taxable under. സബ്ലെറ്റിങ്ങിന്റെ കേസിലാണ് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് റെന്റിന് പ്രോപ്പർട്ടി കൊടുത്തു, ആ ആള് വീണ്ടും മറിച്ചിട്ട് മൂന്നാമതൊരാൾക്ക് റെന്റ് പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, സബ്ലെറ്റിംഗ് എന്ന് പറയാം. അങ്ങനെ സബ്ലെറ്റ് ചെയ്ത ആൾക്ക് റെന്റ് കിട്ടുമ്പോൾ അത് ഏത് ഹെഡിലാണ് ആ ഇൻകം കണക്കാക്കുക? അത് ഹൗസ് പ്രോപ്പർട്ടി ആണോ? അല്ല. സബ്ലെറ്റിങ്ങിന്റെ കേസിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. കാരണം യഥാർത്ഥ ഓണർക്കല്ല അത് കിട്ടുന്നത്, വേറെ വാടകക്കാരനാണ് കിട്ടുന്നത്. ആയതിനാൽ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് അത് ചാർജ് ചെയ്യപ്പെടുക. ബിസിനസ് ഇൻകം അല്ല, ക്യാപിറ്റൽ ഗെയിനും അല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.